ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു SSS916. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ മാത്രം. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപേണ രേഖപ്പെടുത്തുക. സോ ഡോക്ടറുടെ ഒരു ഏറ്റവും പുതിയ ബൈറ്റ് വന്നിട്ടുണ്ട്. കാരണം ഡോക്ടർക്ക് ഇന്നൊരു പുതിയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞു പോകുന്നവരുടെയൊക്കെ മുമ്പിൽ ഡോക്ടർക്ക് ദ മോസ്റ്റ് വൈബ്രൻറ്റ് ഇൻഫ്ലുവൻസർ ഓഫ് ദ ഇയർ 2024 MSME ഇൻ്റർനാഷണൽ അവാർഡ്സിൻ്റെ വകയായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി. അപ്പോൾ അതിൻ്റെ ബേസായിട്ട് വന്ന ഒരു ബൈറ്റിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ അടുത്ത വീഡിയോ വരും കേട്ടോ. സോ അപ്പോൾ അതിൽ അദ്ദേഹം കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ട് അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്ത ഇൻ്റർവ്യൂസ്, മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഇൻ്റർവ്യൂസ്, അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടാക്കിയ നഷ്ടങ്ങൾ, ഇതെല്ലാം തിരിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇപ്പോൾ നമ്മൾ ഒരു വോയിസ് റെക്കോർഡ് പുറത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസമായിട്ട് ഒരു വ്യക്തിക്കെതിരെ, 1-2 വ്യക്തികൾക്കെതിരെയും അവരെ വെളുപ്പിക്കാൻ ശ്രമിച്ച വ്യക്തികൾക്കെതിരെയും, പ്രത്യേകിച്ച് ഞാൻ സ്വയം പറയുന്നു, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ചെയ്തു. വൈ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇതുപോലെയാണ് ഒരു മനുഷ്യനെ ഡീഗ്രേഡ് ചെയ്തത്. അപ്പോൾ ആ മനുഷ്യനെ പൊതിഞ്ഞു പിടിക്കാനും, അതായത് ഇപ്പോൾ ഡീഗ്രേഡിങ് അനുഭവിക്കുന്ന വ്യക്തിയെ പൊതിഞ്ഞു പിടിക്കാനും വെളുപ്പിക്കാനും നിങ്ങൾ ഈ യൂട്യൂബർമാർ എല്ലാം ഒരുമിച്ച് കൂടി അല്ലേ? പക്ഷേ റോബിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്തത്? അവിടെയും ഇവിടെയും കേട്ട വാചകങ്ങൾ വെച്ചുകൊണ്ട്, ഈവൻ പൊടിയുടെ കാര്യത്തിൽ പോലും, പൊടി ആത്മഹത്യാ വിഷയത്തിൽ പോലും അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങൾ, ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കണമെന്ന്. ഈ പറയുന്ന മോസ്റ്റ് ഓഫ് ദ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിൽ, യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ അന്ന് റോബിൻ്റെ ഫോൺ നമ്പർ ഉണ്ട് അല്ലേ? ഞാൻ ഈ ആരെയൊക്കെയാണോ ട്രോൾ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും റോബിൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പോൾ റോബിനെക്കുറിച്ചും പൊടിയെക്കുറിച്ചിട്ടുള്ള ഇങ്ങനത്തെ അലിഗേഷൻസ് വരുമ്പോൾ നിങ്ങളിൽ എത്ര പേരാണ് റോബിനെ വിളിച്ച് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട് വീഡിയോ ചെയ്തത്? ഇല്ലല്ലോ. കണ്ടൻറ്റ് വേണം. അതിനുവേണ്ടി നിങ്ങൾക്ക് തോന്നിയതുപോലെ, നിങ്ങളുടെ എന്താ പറയുക, കേൾവിയും മനോഗതവും ചേർത്ത് നിങ്ങൾ ഒരാളെ നശിപ്പിക്കാനുള്ള വീഡിയോസ് ഉണ്ടാക്കി അല്ലേ? അപ്പോൾ ഇപ്പം ഈ പറയുന്ന വ്യക്തി ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരെയാണോ എക്സ്പോസ് ചെയ്തിട്ടുള്ളത്, ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രം നിങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണം, അത് വേണം, തെളിവ് വേണം, റോബിൻ ചെയ്തു, ഇവർക്ക് ചെയ്തുകൂടെ, ന്യായവാദങ്ങൾ മുഴക്കുന്നു. തിരിച്ചതാണ് ഞാൻ ചോദിക്കുന്നത്, ഇവർ ചെയ്യാമെങ്കിൽ റോബിന് ചെയ്തുകൂടെ? റോബിൻ തന്നെ പറയുന്നു, ഞാൻ പുണ്യാളനല്ല, ഞാൻ മഹാത്മാഗാന്ധിയല്ല, ഞാൻ നന്മമരല്ല, എനിക്കിട്ട് പണി തന്നു, ഞാൻ അങ്ങോട്ട് പണി കൊടുത്തു, അവർ തിരിച്ച് പണിതു, ഇപ്പം അവർക്ക് കാലം കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ റോബിൻ ചോദിച്ചതിൽ 1-2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന റോബിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ 100-300 പേര് വന്നുകൂടിയതിൽ റോബിൻ അവോയ്ഡ് ചെയ്തിട്ട് എത്രയോ ആൾക്കാരുണ്ട്. അവരാരും ഇങ്ങനെ റോബിനെ പുറകെ നടന്ന് ദ്രോഹിച്ചിട്ടില്ല. ഈ 5 പേർ മാത്രം. വൈ അത്രയ്ക്ക് പകയുണ്ട്. ഒരാളുടെ ജീവിതം 1.5 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിന് വരാനിരുന്ന ചാൻസസിന് മേലെ എല്ലാം നശിപ്പിച്ചെടുത്തു അല്ലേ? നശിപ്പിച്ചെടുത്തു. ഇങ്ങനെ പലരും വന്നിരുന്ന് പേയാട് റോബിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, ആരോ പറഞ്ഞു. അപ്പോഴൊക്കെ ഞങ്ങൾ റോബിൻ ഫാൻസ് പറയുന്നത് ഡോക്ടർ സൂക്ഷിക്കുക എന്നാണ്. കാരണം ഞങ്ങൾക്ക് ഇവരെ വിശ്വാസമില്ല. ഇവർ നാളെ തിരിച്ചു പറയും. അതിൻ്റെ എക്സാമ്പിൾ മൂപ്പൻ്റെ വീഡിയോയുടെ താഴെ തന്നെ പേയാട് കമൻ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവരെന്താണെന്ന്. അത് റോബിന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് റോബിൻ ഇന്നലെ തന്നെ, ഇപ്പം മൂപ്പൻ്റെ വീഡിയോയുടെ താഴെ ഇന്നാണ് പേയാട് ഒന്ന് കമൻ്റ് എടുത്തത്, പക്ഷേ ഇന്നലെ റോബിൻ പോസ്റ്റ് ഇട്ടു, ഫേക്ക് ഫ്രണ്ട്ഷിപ്സിൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് ബിസിയാണ്, എൻ്റെ എനർജി നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനും താല്പര്യമില്ല, വിടാ മനുഷ്യനെ, വിട്ടുപിടിക്കും. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ആ കാര്യം നോക്കി പോയിക്കോളാം. പിന്നെ സോഷ്യൽ മീഡിയ ഒന്നാകുമ്പോൾ ഈ പറയുന്ന മാതിരി ഡീഗ്രേഡ്, ഞങ്ങൾ ഈ പറയുന്നവനെ ഒരു 3 ദിവസം അടുത്തിട്ട് അലക്കിയപ്പോൾ മൊത്തം യൂട്യൂബേഴ്സ് കൂടി ചേർന്ന് അവനെ വെളുപ്പിക്കാൻ വന്നു. പക്ഷെ റോബിൻ്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾ ഒരുമിച്ച് റോബിനെ ആക്രമിക്കുകയാണ് ചെയ്തത്, അവിടെയും ഇവിടെയും കേട്ട വോയിസുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പം ആർക്കും ഈ ക്ലാരിഫിക്കേഷൻ വേണ്ടായിരുന്നു അല്ലേ? ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ, നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ കഥകൾ പടച്ചുവിട്ടിട്ട് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പണി കിട്ടിയപ്പോൾ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലാകുന്നല്ലേ? അവൻ്റെ കുടുംബത്തെ വിളിച്ചിട്ടില്ല, അവൻ്റെ മറ്റുള്ള ആരെയും ബാധിക്കുക, അവനെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷെ റോബിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണോ? റോബിൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ചില്ലേ? കെട്ടാൻ പോകുന്ന പെണ്ണിനെ വരെ. അപ്പോഴൊന്നും ഈ മഹാമനസ്കർക്ക്, ഇന്ന് വന്ന് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ വെളുപ്പിക്കുന്ന അണ്ണന്മാർക്കാർക്കും, മൊണ്ണ അണ്ണന്മാർക്കാർക്കും അപ്പോഴൊന്നും
റോബിൻ്റെ കുടുംബത്തെ ആക്രമിക്കരുതെന്നോ റോബിൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ആക്രമിക്കരുതെന്നോ നിങ്ങൾക്ക് പറയാൻ നാവ് പൊങ്ങിയിട്ടില്ല. പൊടി ആത്മഹത്യക്ക് ശ്രമിച്ചു, റോബിൻ പാറയിൽ നിന്ന് ചാടി മരിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഒരു നിലപാട്, മറ്റൊരാൾക്ക് വരുമ്പോൾ മറ്റൊരു നിലപാടല്ലേ നിലപാട്. റോബിൻ പുണ്യാത്മാവാണെന്ന് ഞാൻ എവിടെയും വാദിക്കുന്നില്ല. റോബിന് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇന്ന് റോബിൻ തന്നെ പറയുന്നുണ്ട്, സായിയാണ് ഡോക്ടറെ ഏറ്റവും കൂടുതൽ ഡിഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. അത് ഡോക്ടർ മറന്നിട്ടില്ല. ക്ഷമിക്കാൻ കഴിയും, മറക്കണമെന്നില്ല. ക്ഷമിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. അതുപോലെ അദ്ദേഹം ചെയ്ത തെറ്റ് അംഗീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. നിങ്ങൾക്കില്ലാതെ പോയതും അദ്ദേഹത്തിനുള്ളതും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ വന്ന് ന്യായീകരിക്കുന്നതിനേക്കാൾ നല്ലത് അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അംഗീകരിച്ച ഒരു മാപ്പ് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉയർന്നവനാകും. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണത് ഇതുവരെ ചെയ്തിട്ടുള്ളത്? ആരെങ്കിലും? നെവർ. കറക്റ്റ്. ഈ പറയുന്നവൻ ഇത്രയും തെണ്ടിത്തരങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ഒരു പെണ്ണിനെ ഇട്ട് ഡിഗ്രേഡ് ചെയ്തിട്ട്, ഇപ്പോൾ റോബിൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. റോബിനെ ദ്രോഹിച്ച ആൾക്കാർ, ഈ 5 പേര് റോബിനെ മാത്രമല്ല ദ്രോഹിച്ചത്. പ്രത്യേകിച്ച് ഈ വിവി എന്ന് പറയുന്നവൻ ജാസ്മിനെ കൂടെ നടന്ന ജാസ്മിനെ ദ്രോഹിച്ചു. ഷെഫീന ചേച്ചിയുടെ ചാനലടിച്ചു. അവരോട് ചെയ്ത ദ്രോഹമാണ്. ഇപ്പം ക്ഷമിച്ചു, മാപ്പെടുത്തു, കോപ്പെടുത്തു, ശരി, ഓക്കെ. അവരോട് ചെയ്ത ദ്രോഹമാണ്. ഇപ്പം കരിപ്പൊടിയോട് ചെയ്തിട്ടുള്ളത് ദ്രോഹമാണ് അല്ലേ? ആരവിനോട് ചെയ്ത ദ്രോഹമാണ്. അവൻ കൂടി ആരോടാണ് അവൻ ദ്രോഹം ചെയ്യാത്തത്? റോബിനെ 5 പേരോട് മാത്രം. പക്ഷെ ഇവന് എന്നോട് ദ്രോഹം ചെയ്തു. എൻ്റെ വോയിസുകൾ റെക്കോർഡ് ചെയ്യാനും എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒരുപാട് ശ്രമിച്ചു. മൈഥിലി ടീച്ചർക്കെതിരെ എത്ര പേർക്കെതിരെ ഇവൻ ദ്രോഹം ചെയ്തു. അപ്പം ഇവൻ അടുത്തുകൂടിയവരോടാണേലും പരിചയപ്പെട്ടവരോടാണേലും എല്ലാവരോടും ദ്രോഹം ചെയ്തവനാണ്. റോബിനെ 5 പേരെക്കുറിച്ച് മാത്രമല്ലേ പറയാനുള്ളൂ നിങ്ങൾക്കൊക്കെ? അതല്ലേ അദ്ദേഹവും പറയുന്നേ. വേറെ ഈ പറയുന്ന മൂപ്പനെ ദ്രോഹിക്കാനോ സമ്മറിനെ ദ്രോഹിക്കാനോ ഒലിവിനെ ദ്രോഹിക്കാനോ വേറെ ആരെങ്കിലും ഈ പറയുന്ന ജിനൂസിനെ ദ്രോഹിക്കാനോ ഷഫീനേജിയെ ദ്രോഹിക്കാനോ ആരെങ്കിലും ആ മനുഷ്യനെ എത്രയോ ഡിഗ്രേഡ് ചെയ്താൽ പറയുന്ന സായിയെ പോലും ദ്രോഹിക്കാൻ ആ മനുഷ്യൻ വന്നിട്ടില്ല. അത് അയാളുടെ രീതിയുമല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു അദ്ദേഹം കൊടുക്കുന്ന എന്തൊരാളുടെ വീഡിയോയിൽ ഞാൻ കണ്ടത് സോഷ്യൽ മെസ്സേജ് ആര് കൊടുത്തു? നിങ്ങളിൽ ആര് കൊടുത്തു? നിങ്ങളിൽ ആരെങ്കിലും കൊടുത്തിട്ട് വേണ്ടേ അയാളെ ചോദ്യം ചെയ്യാൻ? അയാൾ നല്ല മെസ്സേജുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ, ബിഗ് ബോസിൽ നിന്ന സമയത്തിലും റെസ്പെക്റ്റ് ചെയ്യാനും സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാനും മാന്യത വിട്ട് സംസാരിക്കാതിരിക്കാനും. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്താ പറയുക, പേഴ്സണൽ സ്പേസിൽ പലതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളും പറയുന്നതാണ്. അല്ലാതെ ഒരു പബ്ലിക്കിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് പബ്ലിക്കിന് മുമ്പിൽ വന്ന് മാപ്പ് പറയുന്നതും ഒരു സോഷ്യൽ മെസ്സേജ് തന്നെയാണ് മുപ്പ. ഇതൊന്നും അദ്ദേഹം ആരുടെയും വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചതായിട്ട് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? ഇപ്പോഴദ്ദേഹം പുറത്തുവിട്ട ആ ഒരു വോയിസ് പോലും, ഈ ഒരു ക്രൈമിനെതിരെ പുറത്തുവിട്ട വോയിസ് പോലും അദ്ദേഹം റെക്കോർഡ് ചെയ്തതല്ല. അതും നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങളല്ലേ എന്ത് കുറ്റമാണ് നിങ്ങൾ അദ്ദേഹത്തിൽ ആരോപിക്കുന്നത്? കുറേ ആൾക്കാർ പിന്നെ എന്താണ് തമിഴിലൊരു ചൊല്ലുണ്ട്, ഏമാറവൻ തപ്പില്ല ഏമാത്രവനോടതില്ല തപ്പ് ഏമാറവനോടതാണ്. മനസ്സിലായോ? അതായത് പറ്റിക്കുന്നവൻ്റെ അടുത്തല്ല തെറ്റ്, പറ്റിക്കപ്പെടുന്നവൻ്റെ അടുത്തതാണ്. അതെ, അദ്ദേഹത്തിൻ്റെതാണ് തെറ്റ്. അലേർട്ടായില്ല. 1-2 അനുഭവങ്ങളിലൂടെ അദ്ദേഹം അലേർട്ടായില്ല. പക്ഷെ ഇപ്പം അലേർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോട്ടെ, എല്ലാം നല്ല രീതിക്ക് നടക്കട്ടെ. പിന്നെ എൻ്റെ കാര്യം, എന്നെ പുണ്ണാക്ക് പറഞ്ഞാലും രോമമാണ്. ഓക്കെ, ആരെവിടെ കിടന്ന് തിളച്ചാലും ഏശത്തില്ല. ഇത് വേറെ ജേനുസാ. ഓക്കെ, വേറെ ലെവല്ല. എനിക്ക് ട്രോളണമെന്ന് തോന്നിയാൽ ഞാൻ ട്രോളും, എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ റിയാക്ട് ചെയ്യും. സത്യസന്ധമായി, നിങ്ങളെപ്പോലെ നുണ പറഞ്ഞോ വെളുപ്പിച്ചോ ചെയ്യത്തില്ല. സത്യസന്ധമായിട്ട് റിയാക്ട് ചെയ്യും. അതാരാണേലും അത്രയേ ഉള്ളൂ. എന്നെ ജനിപ്പിച്ച എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ പോലും ഞാൻ ചെയ്യാത്ത കാര്യമാണെങ്കിലോ എനിക്ക് തെറ്റായിട്ട് തോന്നുന്ന കാര്യമാണെങ്കിലോ തെറ്റ് എന്ന് പറയുന്നവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്നെ ഇവിടെ ആരെടുത്തിട്ട് ഊക്കിയാലും, പുതിയ ഇൻഫ്ലുവൻസേഴ്സ്, പഴയ ഇൻഫ്ലുവൻസേഴ്സ്, 300 സബുള്ളവർ, 500 സബുള്ളവർ എന്ന് എത്ര തരം താഴ്ത്തിയാലും ഈ നാവിന് ചലനശക്തി ഉള്ളിടത്തോളം കാലം ഇത്തരം അനീതികൾക്കെതിരെ ഞാൻ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. എൻ്റെ നിലപാട് എൻ്റേത് മാത്രം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. സോ ദ റോബിൻ ടോപ്പിക് ഈസ് ഗോയിങ് ടു എൻഡ് അപ്പ്. വി ആർ ഗോയിങ് ടു മൂവ് വിത്ത് അതർ കണ്ടൻസ്. ഒരുപാട് കണ്ടൻസ് നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഇതിനിടയിൽ എനിക്ക് ഇച്ചിരി ഒരു മനസ്സുഖം കിട്ടാൻ ചിലരെയൊക്കെ ഞാൻ ട്രോളും. അപ്പോൾ പിന്നെ പോയിട്ട് വരട്ടെ ഗൈസ്. ലവ് യു ഓൾ.